അഹ്ലു ബൈത്ത് തങ്ങന്മാര് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം എന്താണ് വരുന്നത്? ഒന്ന് നിങ്ങളുടെ എൽബോ പാർട്ട്ണറോട് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും. തങ്ങന്മാര് അല്ലെങ്കിൽ അഹ്ലു ബൈത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് കൂടി വരുന്ന കാര്യം അത് ഒറ്റ വേർഡാവണ്ട, ഒരു ഡിസ്കഷൻ ആയിക്കോട്ടെ. നിങ്ങൾക്ക് 2 മിനിറ്റ് സമയം തരാം. ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യോ? എന്ന് പറഞ്ഞാലും മതി. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് പറഞ്ഞ നല്ലൊരു പോയിന്റ് ഈ സദസ്സിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും. ആരില്ല? മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. എന്തുകൊണ്ടാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് ആദ്യം അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്? ചോദിക്കുന്നുണ്ട്, പ്രശ്നമുണ്ടോ? എന്നിട്ട് വേണേ പറയാം, പറഞ്ഞോളൂ. വഫാത്തായതിൽ മുതൽ ഇന്നവരെ കേട്ടിട്ടുള്ള പേരാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. പാണക്കാട് തങ്ങളുടെ പാണക്കാട് കുടുംബത്തിന്റെ ഏറ്റവും, അതായത് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു പേരാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അതുകൊണ്ട് പറഞ്ഞതാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കണ്ടവർക്ക് ഇന്നും ശിഹാബ് തങ്ങൾ എവിടെയോ മരിക്കാതെ ജീവിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അവർ മരിക്കുന്നില്ല, അവർ അമരരാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ അഹ്ലു ബൈത്തിൽ നിന്ന് പഠിക്കേണ്ട വലിയ ഒരു 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 പിന്നെ പാഠമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ നമുക്കറിയാം. റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന കുറച്ച് കട്ടിയുള്ള ഷാള് വലിച്ച്, അല്ലെ, എനിക്ക് തരണം സമ്പത്ത്, എനിക്കും തരണം, നിങ്ങളുടെ ഉപ്പാന്റെ മുതലല്ല ഇത്, വലൈസ ബിമാലിക വലാ മാലി അബീക്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോടൊന്നും ദേഷ്യപ്പെടുകയൊന്നും ചെയ്തില്ല. പിന്നീട് അൽമാലു മാലുല്ലാഹ് വഅന അബ്ദുഹ് എന്ന് റസൂലുള്ളാഹി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അതിനുശേഷം റസൂലുള്ളാഹി പറഞ്ഞു, വയുഖാദു മിൻക അലാ മാ ഫഅൽത ബിഹി, നീ എന്നോട് ചെയ്തതിന് നിനക്ക് തിരിച്ചു ചെയ്യപ്പെടും എന്ന് പറയുന്ന സമയത്ത് അയാള് നിസ്സംശയം തിരിച്ചുകൊണ്ട് പറഞ്ഞു, ലാ യാ മുഹമ്മദ്, അതൊരിക്കലും നടക്കില്ല. ഫഇന്നക, കാരണം നിങ്ങൾ ഒരിക്കലും തിന്മയെ തിന്മ കൊണ്ട് നേരിടുന്ന ആളല്ല എന്ന് എനിക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം മറ്റും അത് ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിനാൽ സയ്യിദന അലി റളിയല്ലാഹു തആല അൻഹു, സാദാത്തുന ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഇവരുടെയൊക്കെ ജീവിതം ഞാൻ ഇന്നലെ ഒരു അഖ്ലാഖു അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം കുറച്ച് ഇങ്ങനെ പരിശോധിക്കുകയുണ്ടായി. ഒരു 10-15 പേജ് വായിക്കുമ്പോഴേക്ക് തന്നെ എനിക്ക് 3 മണിക്കൂർ സംസാരിക്കാനുള്ള പോയിന്റ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ആ കിതാബ് പൂട്ടിവെച്ചു. അതൊരു ഷീ പണ്ഡിതൻ എഴുതിയ പുസ്തകമാണ്. സയ്യിദ് മുഹമ്മദ് മഹദി എന്ന് പറയുന്ന ഒരു ഷീ പണ്ഡിതൻ എഴുതിയ പുസ്തകമാണ്. പക്ഷെ 530ഓളം പേജുകളിൽ ഒരുപാട് സംഭവങ്ങൾ അഖ്ലാഖു അഹ്ലുൽ ബൈത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് സംഭവങ്ങൾ അതിൽ കാണാൻ കഴിയും. 1-2 സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടു എന്ന് മാത്രം. ഒരു അലി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങള് ഒരു യഹൂദിയിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. കടം വാങ്ങുന്ന ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വദിർഉഹു മർഹൂൻ എന്ന യഹൂദി മരിച്ചു പോകുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മർഹൂനായിരുന്നു എന്ന് നമ്മൾ പഠിച്ചവരാണ്. ഈ യഹൂദി ഒരു ദിവസം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തരാനുള്ള പണം തരാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. റസൂലുള്ളാഹി പറഞ്ഞു, മാ ഇന്ദി മാഅചക, തരാനുള്ളത് എന്റെ അടുത്തില്ല. അവൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ തരുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ കൂടും. അയാൾ അന്ന് അവിടെ മുഴുവനും നിന്നു. ഒരുപാട് സമയം അവിടെ താമസിച്ചു. ളുഹുർ, അസ്ർ, മഗ്രിബ്, ഇശ ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളുടെ അടുത്ത് നിന്ന് നിസ്കരിച്ചു. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. റസൂലുള്ളാഹി പറഞ്ഞു, യഹൂദിയുടെ അടുത്ത് നിന്ന് റസൂലുള്ളാഹി അന്ന് ളുഹുറും അസ്റും മഗ്രിബും ഇശ ഒക്കെ നിസ്കരിച്ചു. സഹാബാക്കൾക്ക് ആകെ ബുദ്ധിമുട്ടായി. സഹാബാക്കൾ അയാളോട് പോയി സംസാരിക്കാൻ തുടങ്ങി, അയാളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നിങ്ങളൊന്ന് പോയി തരുമോ, റസൂലുള്ളാഹിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടി അയക്കപ്പെട്ട ആളല്ല, ഞാൻ ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു സംഭവം. പിന്നീട് ആ യഹൂദി അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ ഇതറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്നത്.
കാരണം ഞാൻ തൗറാത്തിൽ വായിച്ചിട്ടുണ്ട് അവസാന പ്രവാചകന്റെ സ്വഭാവം ഇങ്ങനെയായിരിക്കുമെന്ന്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇങ്ങനെയാണ് അവർ ഇസ്ലാം സ്വീകരിക്കുന്നത്. റസൂലുള്ളാഹിയെ കണ്ടും അനുഭവിച്ചു. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് സ്വത്തുണ്ട്, ഈ സ്വത്തിന്റെ പകുതി മുഴുവൻ ഞാൻ ദീനിന് സദഖ കൊടുക്കുന്നു എന്ന് പറയും. മഹാനായ സയ്യിദുന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ ഒരാൾ അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പ്രായമുള്ള ഒരാള് ഒളുവ് തെറ്റിച്ചെടുക്കുക, ശരിക്കും ഒളുവ് എടുക്കുന്നില്ല. ഒരുപാട് അമൂല്യമായ, ഞാൻ ഇതുവരെ നിങ്ങൾ കേട്ടണമെന്ന് അറിയില്ല, ഒരുപാട് സംഭവങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഞാൻ സനതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇത് പറയുന്നതും. അപ്പം അയാൾക്ക് ഒളു എടുക്കാൻ അറിയില്ല. ഈ സമയത്ത് നമ്മളെങ്ങനെയാ ഒരാൾ ഒളു തെറ്റിക്കുന്നത് കണ്ടാൽ നമ്മളെങ്ങനെയാ ഒളു പറഞ്ഞു കൊടുക്കുക? ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒളു തെറ്റിക്കാണ് നിങ്ങളെ മുന്നിൽ നിന്ന്, നിങ്ങൾ എങ്ങനെയാണ് ഒളു പറഞ്ഞു കൊടുക്കുക? അഹ്ലുബൈത്തിന്റെ ശൈലി അത്ഭുതകരമാണ്. ഉടൻ ഹസൻ റളിയല്ലാഹു തആല അൻഹും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹും പരസ്പരം തർക്കിക്കുകയാണ്. നിനക്ക് ഒളു ചെയ്യാൻ അറിയില്ല ഹസൻ. ഹുസൈൻ പറയാണ്, നിങ്ങൾക്കാണ് ഒളു ചെയ്യാൻ അറിയാത്തത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ വൃദ്ധനായ മനുഷ്യൻ ഇവരിങ്ങനെ നോക്കാണ്, ഇവരെന്തിനാണ് ഈ തർക്കിക്കുന്നത്? അപ്പം ഹസൻ റളിയല്ലാഹു തആല അൻഹു വൃദ്ധനോട് പറയാണ്, ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ നോക്കി ഞങ്ങളിൽ ആരാണ് നന്നായി ഒളു ചെയ്യുന്നത് എന്ന് നിങ്ങൾ നമുക്ക് പറഞ്ഞാൽ. അങ്ങനെ ഹസൻ റളിയല്ലാഹു തആല ആദ്യം ഒളു എടുത്തു, ഹുസൈൻ റളിയല്ലാഹു തആല ആദ്യം ഒളു എടുത്തു. ചോദിച്ചു, ഇപ്പം പറയും, ഞങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല വധു ചെയ്യുന്നത്? അപ്പൊ ആ വൃദ്ധനായ അയാൾ പറഞ്ഞു, നിങ്ങൾ രണ്ടാളും അടിപൊളിയാണ്, രണ്ടാളുടെ വധുവും നിങ്ങൾ രണ്ടാളുടെയും വധു അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോ അവിടെ സംഭവിച്ചത് സത്യത്തിൽ മിസ്കീനായ യഹൂദി ആ മനുഷ്യൻ, ആ വാർദ്ധക്യമുള്ള ആള് വിചാരിച്ചത് ഞാന് അവരുടെ വധുവൊക്കെ ജഡ്ജ് ചെയ്തു എന്ന്. എന്നാൽ കൃത്യമായി വധു എങ്ങനെ എടുക്കണം എന്ന് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെയും വധു കണ്ട് വധു പഠിച്ചു. റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ മഹാനായ സയ്യിദുന അലി സൈനുൽ ആബിദീൻ തങ്ങൾ, അഹ്ലുബൈത്തിന്റെ ഏറ്റവും വലിയ, അഹ്ലുബൈത്തിൽ നിലനിൽക്കുന്നത് തന്നെ കർബലയ്ക്ക് ശേഷം അഹ്ലുബൈത്ത് നിലനിൽക്കുന്നത് അലി സൈനുൽ ആബിദീൻ തങ്ങളിലൂടെയാണ്. തങ്ങളുടെ സ്വഭാവം കാന യുസല്ലി ഫിൽ യൗമി വൽ ലൈല 1000 റക്അ, 100 റക്അത്ത് ഒരു ദിവസം നിസ്കരിക്കുന്ന ആളാണ്. അല്ല, 1000 റക്അത്ത് ഒരു ദിവസം നിസ്കരിക്കുന്ന ആളാണ്. അങ്ങനെ ചിലപ്പോൾ നമുക്ക് തസ്വറാവില്ല. അപ്പം മഹാനായ സയ്യിദുന അലി സൈനുൽ ആബിദീൻ തങ്ങൾ ഒരു ദിവസം കഅബയുടെ അടുത്ത് നിസ്കരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഒരു അഹ്ലുബൈത്തില് അന്ന് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ജദ്ദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീന നിലനിർത്താൻ വേണ്ടി ജീവിതകാലം മുഴുവനും ത്യാഗം അനുഭവിക്കുന്നവരാണ് അഹ്ലുബൈത്ത്. ചിലപ്പം ഇവിടെ പറഞ്ഞു പാണക്കാട് തങ്ങന്മാരൊക്കെ കാണുമ്പോൾ നല്ല കാറും നല്ല വീടും ഒക്കെ കാണും, പക്ഷെ അവരുടെ ഉള്ളിലുണ്ടാവുന്ന പുകച്ചിൽ, ഒരുപാട് കോൺഫ്ലിക്ട് നമുക്കറിയാലോ ഇപ്പൊ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ജീവിതകാലം മുഴുവനും ത്യാഗം അനുഭവിക്കുന്നവരാണ്. അത് ഇതാണ് അഹ്ലുബൈത്തിന്റെ ശൈലി. അയാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളാണോ ഈ സൈനുൽ ആബിദീൻ എന്ന് എല്ലാരും വിളിക്കുന്ന ആള്? നഅം അന സൈനുൽ ആബിദീൻ. ബൽ അൻത ഷൈനുൽ ആബിദീൻ. ബൽ അൻത ഷൈനുൽ ആബിദീൻ. നിങ്ങള് ആബിദീങ്ങൾക്ക് ശാപമാണ് എന്ന് പറയുന്നത്. മുഖത്ത് നോക്കിയിട്ട് കഅബയുടെ അടുത്ത് നിന്ന് തന്റെ കൂടെ തന്റെ അനുയായികളുണ്ട് പുഞ്ചിരിച്ചു. ഇതാണ് സയ്യിദുനാ സൈനുൽ ആബിദീൻ തങ്ങൾ. അപ്പോ സഹാബ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അസ്ഹാബുകൾ പറഞ്ഞു, ഇയാളെ നമുക്ക് വെട്ടിക്കൊല്ലാം, അല്ലെങ്കിൽ ഇയാൾ ഇത്രമാത്രം മോശമായ ഒരു പെരുമാറ്റം അങ്ങയോട് പെരുമാറിയിരിക്കുന്നു, അയാളെ ശിക്ഷിക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് നീ എന്റെ കണ്ണു തുറപ്പിച്ചു. അയാളോട് അങ്ങോട്ട് ജസാക്കല്ലാഹു ഖൈർ എന്ന് പറയുന്ന മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ. അപ്പോ ഇത് കണ്ടപ്പോ അയാൾക്ക് വിഷമം തോന്നി. അയാൾ പറഞ്ഞു, എന്നോട് കുറച്ച് അഹ്ലുബൈത്തിന്റെ ശത്രുക്കൾ എന്നോട് നിങ്ങളൊന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ ഒരു കാലത്തും ദേഷ്യം പിടിക്കാത്ത ആളാണ്, നിങ്ങളൊന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറയുന്ന സമയത്ത് മഹാനവറുകൾ പറയുന്നു, ഈ 1000 ദീനാറിന് വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? കൂടെയുള്ളവരോടൊക്കെ നമ്മളടുത്ത് 1000 ദീനാറുണ്ടെങ്കിൽ ഇയാൾക്ക് 1000 ദീനാർ കൊടുത്തു. അയാൾക്ക് 1000 ദീനാറ് മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങളെ കഅബയുടെ കവാടത്തിൽ വെച്ച് കൊടുക്കാം. ഇതാണ് അഹ്ലുബൈത്ത്. ആ ഒരു സ്വഭാവ ഗുണമാണ് എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായും വളരെ കാമായിട്ട് വളരെ സുസ്മേരവതരായിട്ട് അവർ സമൂഹത്തെ നിയന്ത്രിക്കുന്നത്. ഇതിന്റെ വലിയൊരു നമ്മൾ കണ്ട, എന്റെ ജീവിതത്തിൽ ഞാൻ ചെറുപ്പം മുതൽ കാണാൻ ഭാഗ്യം കിട്ടിയ, ഞാൻ കൊയ്യോടായിരുന്നു എന്റെ സ്വദേശം. വളരെ ചെറുപ്പം മുതൽ മദ്രസയില് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ എന്നറിയില്ല, എന്റെ ക്ലാസ് ഉസ്താദ് ഖാദിർ ഉസ്താദ് ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ എന്താണ് ആവേണ്ടത്? ഒരാളും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറഞ്ഞപ്പം നമുക്കന്ന് അറിയില്ലല്ലോ, തങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ആവാൻ പറ്റുന്ന ഒരു സാധനമല്ല, പഠിച്ചോണാക്കണം ജന്മനാൽ. ഞാൻ അന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് തങ്ങളാവണം. ചിരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് തങ്ങളാവാൻ കഴിയില്ല,
തങ്ങളെ പോലെ ആവാം അങ്ങനെ അവസ്ഥ അങ്ങനെ പറഞ്ഞ ഒരു സന്ദർഭം. അത് എന്തുകൊണ്ട് അങ്ങനെ ആ ചെറിയ മനസ്സിൽ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദിവസവും കാണുന്നത് രണ്ട് ആ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിം കുഞ്ഞി തങ്ങളെ രണ്ട് രീതിയിൽ കണ്ട ആളാണ് ഞാൻ. വളരെ സാമൂഹികമായി ഇടപഴകുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറായി പ്രവർത്തിക്കുന്ന ആ, പിന്നെ സയ്യിദ് ഹാഷിം കുഞ്ഞി തങ്ങളെ ദാറുൽ ഹസനാത്തിൽ വെച്ച് കണ്ടു. എന്നാൽ വളരെ ആബിദായ ദറസിലും ഇബാദത്തിലും മാത്രം ഒഴുകി ഒഴിവുള്ള സമയങ്ങളൊക്കെ പള്ളി ഇങ്ങനെ ചുറ്റി നടന്ന ഔറാദുകൾ ചെല്ലുന്ന സയ്യിദ് ഹാഷിം കുഞ്ഞി കോയ തങ്ങളെയും കണ്ടവനാണ്. ചില ആൾ പറയും ഇബാദത്ത് കുറവാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയല്ല, അത് പറയുന്നത് നെഗറ്റീവായിട്ടല്ല. കൂടുതൽ സമൂഹത്തിലേക്ക് ഇറങ്ങി വലിയ ആബിദൊന്നും അല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ വലിയ ആബിദായ തങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങൾ കോയോട് ദറസിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ അഹ്ലു ബൈത്തിന്റെ ഒരു പ്രത്യേകിച്ചും ഈ സമൂഹ നിർമ്മിതിയിൽ അവരുടെ ഏറ്റവും വലിയ അള്ളാഹു അവർക്ക് കനിഞ്ഞെന്ന് എഴുതിയ ലിയുദ്ഹിബ അൻകുമുർ റിജ്സ് അഹ്ലൽ ബൈത്ത്, അവർ ശുദ്ധരാണ്. ഇവരുടെ സ്വഭാവ ഗുണങ്ങള് അത് നമുക്ക് ചിലപ്പോൾ ഇവരെങ്ങനെ ആവുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിച്ചു പോകുന്ന നിങ്ങളൊരു കാര്യം ഞാന് ചെറിയൊരു റിസർച്ച് നമ്മുടെ ഉസ്താദൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു 9 സ്വഭാവ ഗുണങ്ങൾ നിങ്ങളൊന്ന് സ്ക്രീനിൽ നോക്കുക. വായിക്കാൻ പറ്റുന്നുണ്ടോ? സൂം ചെയ്യണം. ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ഒറ്റ ഒരു വിഷയം ചൂസ് ചെയ്യുക. എന്താ അതിന്റെ എഫക്റ്റിനെ കുറിച്ച്, അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഒന്ന് നിങ്ങളുടെ ആ ഒരു സ്വഭാവ ഗുണം നമ്മളിൽ ഉണ്ടായാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നൊരു ചെറിയൊരു ഡിസ്കഷൻ, ഒരു 2 മിനിറ്റ് ഇങ്ങനെ കേൾക്കണ്ടല്ലോ. നിങ്ങളും കുറച്ച് സംസാരിക്കട്ടെ, എന്നിട്ട് നമ്മൾ സദസ്സിൽ ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ കൃത്യനിഷ്ഠത, പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന സാധനം നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റം. ഇതയില്ലാത്ത ആളുകളുണ്ടാവും, സ്വാഭാവികമാണ്. ജന്മനാ പങ്ക്ച്വാലിറ്റി ഇല്ലാത്ത ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഓ, ഇതിൽ ഓരോന്നിനും ഒരുപാട് നമുക്ക് തങ്ങളെ കുറിച്ച് ഒരുപാട് പറയാനാണ്. പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ നിന്നൊക്കെ അന്ന് ക്ലാസ് കട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശമാണെങ്കിലും തങ്ങളുടെ കൂടെ ഇങ്ങനെ പോകുന്ന ആളാണ്. ഒരു പിതാവിന്റെ വാത്സല്യത്തോടു കൂടെ നമ്മളെ കൂട്ടി നടക്കും. എല്ലായിടത്തും സദസ്സിൽ കയറ്റിയിരുത്തും, നിക്കാഹിന്റെ സദസ്സിൽ തങ്ങളുടെ കൂടെ ഇരുത്തും, തങ്ങളുടെ ബാഗ് കൈവത്തിലും അല്ലാത്തൊരു സ്നേഹം കാണിച്ചിരുന്നു. ആ സമയത്തൊക്കെ നിക്കാഹിനെത്തിയിട്ട് മണിക്കൂറുകളോളം പുതിയാപ്പിളിനെ കാത്തുക, അല്ലെങ്കിൽ പുതിയാപ്പിള എത്തിയിട്ടുണ്ടാവും, എന്നിട്ട് പെണ്ണിന്റെ ഒപ്പം എത്തിയിട്ടുണ്ടാവില്ല, അവരെ കാത്തുവെക്കുക. പക്ഷെ അതിനൊന്നും യാതൊരു മുഖത്ത് എന്തെങ്കിലും ഒരു അനിഷ്ടം കാണിക്കാതെ ശാന്തനായി മടിയിൽ കൈ ഇങ്ങനെ വെച്ച് അവരെ കാത്തിരിക്കുന്ന തങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ആളാണ്. സോ ജസ്റ്റ് ടേക്ക് യുവർ 2 മിനിറ്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്തോക്കെ. ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളോട്, നേരത്തെ നിങ്ങൾ സംസാരിച്ചത് നിങ്ങളുടെ വലതുഭാഗത്തുള്ള ആളാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഇടതുഭാഗത്തുള്ള ആൾ, നിങ്ങൾ 3 ആൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്ത് 3 ആൾ ഒന്നിച്ചിരിക്കുന്നു. വളരെ തസവുഫിൽ അധിഷ്ഠിതമായ ജീവിതം, അറിവിന് അവർ കൊടുക്കുന്ന പ്രാധാന്യം, സമൂഹത്തിൽ ഇറങ്ങി കർമ്മം ചെയ്ത് അവരുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്, അതിനപ്പുറത്ത് അവരുടെ കൃത്യനിഷ്ഠത, സൂക്ഷ്മത, അവരുടെ മുഅ്മിനീങ്ങളുടെ അടയാളമായി ഹദീസുകളിൽ കാണാൻ കഴിയുന്ന സൽക്കാരപ്രിയനാവുക എന്നുള്ളത്, നോവുന്നവർക്ക് അത്താണിയാവുക എന്നുള്ളത്, അവിടുത്തെ അന്നത്തെ ആ ഒരു ജമീയത്തുൽ ഉലമ അല്ലെങ്കിൽ അവിടുത്തെ സംഘടനയിൽ അവർ സജീവ സാന്നിധ്യമാവുന്നത്, പിന്നെ അവര് അറിവിലൂടെ അവരെ സമൂഹത്തിൽ നൽകുന്ന ഇൻഫ്ലുവൻസ്, ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ. ചിലപ്പോൾ അഹ്ലു ബൈത്ത് സാദാത്യങ്ങളുടെ കഥകൾ, കർബല മാത്രം നമ്മൾ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെയും കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ത്യാഗം സുബ്ഹാനല്ലാഹ് നമ്മൾ 2-3 ദിവസം മുമ്പ് ഓർമ്മിച്ചതാണ്. എങ്ങനെയാണ് അങ്ങനെ ത്യാഗം ചെയ്യാൻ കഴിയുന്നത്? ഇന്ന ഭൂമിയിൽ എന്റെ അഹ്ലു ബൈത്ത് എത്തുന്ന ദിവസം നിങ്ങൾ നാമാവശേഷമാക്കപ്പെടും, ഒരുപാട് പേർ കൊല്ലപ്പെടും, അവിടെ രക്തചീന്തലുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടും, കൂഫക്കാർ ചതിയന്മാരാണ് എന്നറിഞ്ഞിട്ടും, സമൂഹത്തിന് വേണ്ടി അഹ്ലു ബൈത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി, കൂഫയിൽ നിന്ന് പരാതി പറയുന്ന മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ത്യാഗോജ്ജലമായ ചരിത്രം, കർബലയുടെ ചരിത്രം, ഇതൊക്കെ നമ്മൾ പറയും. അതിനപ്പുറത്തേക്ക് വേറെയും ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, വിശദമായി പഠിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അഹ്ലു ബൈത്തിനെ ഇത്രത്തോളം ഈ ഒരു സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് ഹാഷിം തങ്ങൾക്ക് ഈ സ്ഥാപനം, ഒരു കട നടത്താൻ ചെറിയ ഒരു 5000-6000 രൂപ വാടക കൊടുക്കുക എന്നുള്ള കട നടത്താൻ പ്രയാസപ്പെടുന്ന ഉപ്പമാരും ഉപ്പാപ്പമാരും കാക്കമാരൊക്കെ നമുക്കുണ്ട്. 17 ലക്ഷം മാസം ചെലവാണ്.
സുബ്ഹാനല്ലാഹ്. ഇതെങ്ങനെ നടക്കുന്നു? എന്തെങ്കിലും സ്ഥിര വരുമാനം ഉണ്ടോ? ഒന്നുമില്ല. അവരുണ്ടാക്കുന്ന, അവര് തുടങ്ങി വെക്കുന്ന, അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് തുടങ്ങി വെക്കുന്ന, നമ്മളെല്ലാവരും പഠിക്കുന്ന സ്ഥാപനങ്ങൾ അങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നത്, അല്ലെ? അത് അള്ളാഹു ഏറ്റെടുക്കുന്നതാണ്. അള്ളാഹു മുത്തിമ്മു നൂരി. പക്ഷെ അതിന് കാരണക്കാരാവുന്നത് പലയിടത്തും, എല്ലാ നാടുകളിലും നമുക്ക് അഹ്ലു ബൈത്തിനെ കാണാൻ കഴിയും. തസവുഫിൽ അനിശ്ചിതമായ, വളരെ തസവുഫി ആയിട്ടുള്ള ഒരു ജീവിതം. ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിം കുന്നിക്കോയ തങ്ങളുടെ പ്രഭാത നിസ്കാരവും ഖുർആൻ പാരായണവും കഴിഞ്ഞാൽ ദലായിലുൽ ഖൈറാത്ത് അടക്കമുള്ള വിറുതുകൾ സ്ഥിരമായി ചൊല്ലുന്നത് കാണാം. പറയുന്നത് മകനാണ്, നമ്മുടെ ഉസ്താദ് സയ്യിദ് അലി ഹാഷിം തങ്ങളാണ്. ദിവസവും ഉപ്പാനെ കാണുന്ന ആളാണ്. വലിയുല്ലാഹി കക്കടിപ്പുറം ശൈഖ് റളിയല്ലാഹു തആല അൻഹുവാണ് ത്വരീഖത്തിൽ പിതാവിന്റെ ഒരു പ്രധാന ഗുരു. സൂഫികളെ തേടിയുള്ള യാത്ര, ജീവിത സായാഹ്നത്തിലും പിതാവ് തുടർന്നു. മക്ബറകളിൽ സിയാറത്ത് ചെയ്യുന്നത്, മക്കാമറൂസുകളിൽ വളരെ ആവേശത്തോടു കൂടി പങ്കെടുക്കുന്നത്, അവിടെ സിയാറത്ത് ചെയ്യുന്നത്, ഔലിയാക്കളുമായി കണ്യാല മൗല റളിയല്ലാഹു തആല അൻഹുവിന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നത്, ഇങ്ങനെ തുടങ്ങി തസവുഫിൽ അധിഷ്ഠിതമായ ജീവിതം. ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന്റെ സെക്രട്ടറി കെ എൻ മുസ്തഫ സാഹിബ് നമ്മൾ പറയാറുണ്ട്, ഒരാളെ അറിയണമെങ്കിൽ കൂടെ യാത്ര ചെയ്യണം, അല്ലേ? നമ്മൾ നല്ല മാന്യനാണെന്നൊക്കെ വിചാരിച്ച് നടന്ന ആള് ചിലപ്പോൾ ഒറ്റ ട്രിപ്പ് കൊണ്ട് നമുക്ക് അയാളുടെ ശരിയായ സ്വഭാവം മനസ്സിലാവും. ഞാൻ ഇന്നാണ് അവൻ ഇത്ര വലിയ പിശുക്കനാണെന്ന് അറിഞ്ഞത്, നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പം ഒരുപാട് യാത്രകൾ ചെയ്ത മുസ്തഫ സാഹിബ് പറയുന്നത്, ഒരു വിശ്വാസിയുടെ യാത്ര എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ മാതൃകകളായിരുന്നു അവ. യാത്രയുടെ കർമ്മശാസ്ത്ര വശങ്ങൾ സൂക്ഷ്മമായി പഠിക്കാൻ അവസരം ലഭിച്ചത് ആ യാത്രകളിൽ നിന്നാണ്. യാത്രാവേളകളിൽ മതകാര്യങ്ങളിൽ അനുഷ്ഠിക്കാവുന്ന ഇളവുകൾ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം ആരാധനാ കാര്യങ്ങളിൽ കണിശമായ സൂക്ഷ്മതയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത സമീപനങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതവഹമായിരുന്നു. യാത്രാക്ഷീണങ്ങൾ വകവെക്കാതെ പാതിരാവ് കഴിഞ്ഞാലും രാത്രി നമസ്കാരങ്ങളിലൊക്കെ നിഷ്ഠത പുലർത്താൻ അവർ സന്നദ്ധരായിരുന്നു. തറാവീഹ് 20 നിസ്കരിക്കുമായിരുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ ഗൾഫിൽ ജോലി ചെയ്യുന്നത്, പിരിവിന് വരുന്നവര് വീട്ടിലെത്തുന്നത് ചിലപ്പോൾ തറാവീഹ് കഴിഞ്ഞിട്ട് 3-4 ആളുകളെ കാണാനുണ്ടാവും. അവരുടെ റൂമിലെത്തുന്നത് അർദ്ധരാത്രിയിലാണ്. അപ്പോഴും തറാവീഹ് പൂർണ്ണമായി നിസ്കരിക്കുന്നതിൽ കാണിക്കുന്ന കണിശത, തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നതിൽ കാണിക്കുന്ന, ഇതൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. സൂക്ഷ്മതയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ ബഹുമാനപ്പെട്ട റഫീഖ് ഹുദവി ഇവിടെ പറഞ്ഞു. ഗൾഫിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമാണ്, ഇത് തങ്ങൾക്കാണ്, ഇത് ഉസ്താദിനാണ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് തരും. സ്ഥാപനത്തിലുള്ള സംഭാവന വേറെ. ഇത് ബഹുമാനപ്പെട്ട തങ്ങളവകളെ അദ്ദേഹത്തെ മാനിച്ചുകൊണ്ട് ചില പാരിതോഷികങ്ങൾ തന്റെ സുഹൃത്തുക്കൾ ബഹുമാനപ്പെട്ട ഉസ്താദിന് നൽകിയപ്പോ അതും ആ ഹദിയകളും മുഴുവനും ജാമിയ ഹസനിയക്ക് കൊടുത്തു. ഇത് സൂക്ഷ്മതയാണ്. ഇത് ഹലാലാവാത്തത് കൊണ്ടല്ല, ഹദിയയാണ്. പക്ഷെ അത് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി യാത്ര പോയത് കൊണ്ട് അത് മുഴുവനും ജാമിയ ഹസനിയക്ക് തന്നെ നൽകിയെന്ന് VM മൂസ മൗലവി പറയുന്നത്. വിനയത്തെ കുറിച്ച് പറയാൻ ഒരുപാട് വലിയ വിനയാന്യതനാണ്. ഒരു പണ്ഡിതനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണമായ വിനയം വേണ്ടുവോളം ഉണ്ടായിരുന്നു തങ്ങൾക്ക് എന്ന് സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങൾ പറയുന്നുണ്ട്. ത്വാക്ക അഹമ്മദ് മൗലവി പറയുന്നു, വൃക്ഷത്തിൽ ഫലങ്ങൾ അധികരിക്കും തോറും അതിന്റെ ചില്ലകൾ താഴ്ന്നുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ എളിമയുടെ തെളിമയിൽ അദ്ദേഹത്തിന്റെ സ്വഭാവ മഹിമ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. വലിയ വിനയത്തിന്റെ ഉടമയായിരുന്നു, അല്ലേ? പ്രായമായ സമയത്തും ബൈക്കില് പരിപാടികൾക്ക് പോകാറുണ്ട്. സംഘാടകർക്ക് ചിലപ്പോൾ കാറുണ്ടാവില്ല, ബൈക്ക് മതി. ബൈക്കിൽ കയറിയിരുന്ന് പോകുന്ന തങ്ങൾ ദാറുൽ ദർസ് തുടങ്ങിയ സമയത്ത് സ്റ്റെപ്പ് റോഡ് വരെ ബസ്സിൽ വരും. സ്റ്റെപ്പ് റോഡിൽ നിന്ന് ഇവിടത്തേക്ക് ബസ്സിന് കാത്തു വെക്കൂല. ദാറുൽ ഓഫീസിലേക്ക് വിളിച്ചാൽ വണ്ടി പോയി പിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടുത്തെ മുത്തല്ലിമിങ്ങനെ വിളിച്ചാൽ അവർ പോയി പിക്ക് ചെയ്യും. ഉസ്താദുമാരെ വിളിച്ചാൽ അവർ പോയി പിക്ക് ചെയ്യും. സ്റ്റെപ്പ് റോഡിൽ വെയിറ്റ് ചെയ്ത് വരുന്ന ബൈക്കുകാരന് കൈകാട്ടി ബൈക്കിൽ കയറി ഇവിടെ വന്നിറങ്ങുന്ന ഉസ്താദ് നമ്മൾ ഒരുപാട് ദിവസം കണ്ടു. ഇല്ല, കാളിയാണ്. അതേസമയം അഹ്ലു ബൈത്താണ്, സയ്യിദാണ്, ബഅലവി സിൽസിലയിലെ മഹാനായ സയ്യിദാണ്, വലിയ പണ്ഡിതനാണ്, ഒരുപാട് മഹത്വമുള്ള ആളാണ്. പക്ഷെ ബൈക്കിൽ യാത്ര ചെയ്ത് ഏതെങ്കിലും ആളുകളുടെ ബൈക്കിൽ യാത്ര ചെയ്തു വന്നിരുന്ന സേന കാണാറുണ്ട്. അവസാന സമയത്താണ് ചെറിയൊരു കാറെങ്കിലും വാങ്ങാൻ വേണ്ടി ശ്രമം നടത്തിയത്. അപ്രകാരം തന്നെ അധികം സംസാരമില്ലാതെ വിനയത്തോടു കൂടിയുള്ള ജീവിതവും പഠനകാര്യങ്ങളിലുള്ള അവഗാഹ പാണ്ഡിത്യവും തങ്ങളവരോട് വേറിട്ട് നിർത്തുന്നു. കാപ്പിൽ ഉമർ മുസ്ലിയാർ പറയാൻ കിതാബ് റഫീഖ് ഉസ്താദ് പറഞ്ഞു, ക്ലാസ് എടുക്കുന്ന രീതി, ശൈലി. വയജിബു എന്നിടത്താണ് ക്ലാസ് നിർത്തിയത് എങ്കിൽ പിറ്റേന്ന് വന്ന് ബിസ്മില്ലാ അൽഹംദുലില്ലാ കഴിഞ്ഞ് വയജിബു എന്ന് ഉസ്താദ് വായിക്കും. ആരോടും ചോദിക്കൂല എവിടെ എത്തി, ആരോടും ചോദിക്കൂല, കിതാബ് കൃത്യമായി മറിക്കും. അതേപോലെ അവിടുന്ന് ഇതുവരെ എന്റെ ഓർമ്മയിൽ എവിടെ എത്തി എന്ന് ചോദിച്ചത് കേട്ടിട്ടില്ല. വയജിബു എന്ന് തുടങ്ങി ഫിഖഹിന്റെ ഗ്രന്ഥങ്ങൾ ഉസ്താദ് വായിച്ചു. സൂചിപ്പിച്ചതുപോലെ കുട്ടികളാണ് വായിക്കേണ്ടത്, വിദ്യാർത്ഥികളാണ് വായിക്കേണ്ടത്. തെറ്റുകൾ തിരുത്തി തരും.
തഹ്കീക്കുകൾ കൃത്യമായി കണ്ണിയത്ത് ഉസ്താദിൽ നിന്നും അതുപോലെ മറ്റുള്ള മഹാന്മാരിൽ നിന്നും കിട്ടിയ തഹ്കീക്ക് കൃത്യമായി പറഞ്ഞു തരും. ഇവിടെയൊക്കെ പത്തനംതിട്ട സൈഡിൽ ഒരുപാട് നമ്മൾ എഴുതിയ ഭാഷകളുണ്ടാവും. ഉസ്താദിന്റെ അനുഭവങ്ങളും ഉസ്താദ് ശേഖന്മാരിൽ നിന്ന് കിട്ടിയ ഉസ്താദിന്റെ തഹ്കീക്കുകളുമായി. സൽക്കാരപ്രിയൻ, ഇതെല്ലാവരും ഒരുപാട് ഉസ്താദിനെ കുറിച്ച് പറയാറ്. ആദിത്യ മര്യാദയുടെ ഉദാത്ത മാതൃകയായിരുന്നു തങ്ങളുടെ ജീവിതം. തങ്ങൾ ആതിഥേയനായ സമയങ്ങളിൽ എല്ലാം സമൃദ്ധമായി സൽക്കരിക്കുന്നതിൽ അദ്ദേഹം മത്സരിക്കുമായിരുന്നു. ഒരുമിച്ച് യാത്ര ചെയ്യാൻ യോഗ്യനായ സഹയാത്രികനാണ് തങ്ങൾ എന്ന് തങ്ങളോട് ഒന്നിച്ചുള്ള യാത്രകളിൽ എല്ലാം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. യാത്രകളിലും വലായിഫുകളിലും റവാത്തിബുകളിലും തഹജ്ജുദും ഉപേക്ഷിക്കാതിരുന്ന തങ്ങൾ സഹയാത്രികന്റെ ക്ഷേമത്തെക്കുറിച്ചും സൗകര്യങ്ങളെക്കുറിച്ചും ശ്രദ്ധാലുവായി. യാത്രയിൽ വളരെ പ്രധാനമാണ് കൂടെയുള്ള ആളെ പരിഗണിക്കുന്നത്. കൂടെയുള്ളവരെ ഏറ്റവും നല്ല രീതിയിൽ, അത് ആരായാലും എത്ര ചെറിയ ആളാണെങ്കിലും. ഒരുപാട് ഡ്രൈവർമാർ അനുഭവം പറയാറുണ്ട്. എവിടെ പരിപാടിക്ക് പോയാലും ഡ്രൈവറെ കൂട്ടി തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിരുത്തി തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിപ്പിച്ച് അവരെ കൂടെ ഇരുത്തുന്ന ഒരു സ്വഭാവം. എന്റെ നാട്ടിൽ ഉസ്താദ് അത്തിപ്പറ്റ ഉസ്താദും കൂടി ഒരു പരിപാടിക്ക് പങ്കെടുത്തപ്പോൾ ഒരുപാട് ആളുകൾ അത്തിപ്പറ്റ ഉസ്താദിനെ കാണാൻ വേണ്ടി ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഉസ്താദിന്റെ കൂടെ അന്ന് ആ പരിപാടിക്ക് പോയത്. മുഴുവൻ സമയവും ഉസ്താദ് കൂട്ടി നടന്നത് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാനും കോയോടുകാരനാണ്, ഹസനാത്തിൽ പഠിക്കുന്നുണ്ട്. അത്തിപ്പരുസ്താദും തങ്ങളും ഭക്ഷണം കഴിക്കുന്ന തളികയിൽ എന്നെ വിളിച്ചിരുത്തി 3 പേരും കൂടി ഒരു തളികയിൽ നിന്ന് ഭക്ഷണം കഴിച്ച സൗഭാഗ്യമൊക്കെ ഉണ്ടായത്. ഇതൊക്കെ ഉസ്താദ് നൽകുന്ന പരിഗണനയാണ്. അത് ആർക്കായാലും, അത് നമ്മള് ആദ്യമായി പോകുന്ന നമ്മളായാലും അല്ലെങ്കിൽ ഡ്രൈവർമാരായാലും, അത് ആരൊക്കെ ആണെങ്കിലും എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയും. എന്നെയാണ് റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമെന്ന സഹാബാക്കൾ പറയുന്നത് പോലെ നമ്മുടെ മുത്തല്ലിമീങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും, എന്നെയാണ് ഉസ്താദിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ലെ? വളരെ പദവിയായി ദൂരതയിൽ താമസിക്കുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. പേരെനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ആള് വിരൂപിയാണ്, അടിമയാണ്. അല്ലെ? റസൂലുള്ള പരിചയപ്പെട്ട് റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. സഹാബാക്കളോട് പറഞ്ഞു, എനിക്ക് ഇപ്പൊ അയാളെ കാണാം. ഒരു മജ്‌ലിസിൽ നിന്ന് സഹാബാക്കളെയും കൂട്ടി അയാളെ കാണാൻ വേണ്ടി ബാദിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത് ഓരോ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പരിഗണനയാണ്. ഏറ്റവും നമ്മള് അരികവൽക്കരിക്കപ്പെടുന്നവർക്ക് കൊടുക്കുന്ന പരിഗണനയാണ്. അയാളുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് എങ്ങനെ അയാളെ സമീപിക്കുന്ന രീതിയുണ്ട്. അയാൾ കച്ചവടം ചെയ്യായിരുന്നു. പുറകിലൂടെ പോയി അയാളുടെ 2 തോളിന്റെ അടിയിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ഇതാരാ എന്നെ പുറകെന്ന് പിടിക്കുന്നത്, എന്നെ വിടൂ എന്ന് പറയുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഗന്ധം അടിച്ചപ്പോ അയാൾ ഒന്നുകൂടെ ചേർന്ന് നിന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി അല്ലേ? റസൂലുള്ള പറഞ്ഞു, നിന്നെ മോചിപ്പിക്കണം, നീ ഇങ്ങനെ അടിമയാവരുത്. അപ്പൊ അയാൾ പറഞ്ഞു, ഇതെന്താ നീ കാസിതൻ യാ റസൂലല്ലാഹ്, എനിക്ക് തീരെ വില കിട്ടൂല, എന്നെ വിക്കല്ലേ. നീ അള്ളാഹുവിന്റെ അടുക്കൽ വിലയില്ലാത്തവനല്ല, നീ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ വിലയുള്ളവനാണ് എന്ന് പറയുന്ന നല്ല വാക്കുകൾ ഓതുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരെയും സമാധാനിപ്പിക്കാൻ, എല്ലാവരെയും കൂടെ കൂട്ടാൻ അഹ്ലു ബൈത്ത് കാണിക്കുന്ന ബഹുമാന്യരായ ഉസ്താദ് കാണിച്ചിരുന്ന അതീവ ശ്രദ്ധയോടുകൂടി ഓരോ ആളുകളെയും പരിഗണിച്ചിരുന്ന സ്വഭാവ മഹിമ, കർമ്മം. ഇത് കാണുന്നത് നമ്മളിരിക്കുന്ന പള്ളി ഈ ദാറുൽ ഹസനാത്ത് ഇന്ന് അൽഹംദുലില്ലാഹ് ബംഗാളിൽ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ദൂരവ്യാപകമായ സ്വാധീനങ്ങൾ ചെലുത്തുന്ന വലിയ സ്ഥാപനങ്ങൾ ആ ഒരു ചെറിയ കാലം കൊണ്ട് ഉസ്താദിന് പടുത്തുയർത്താൻ സാധിക്കുന്നത്. ദാറുൽ ഹസനാത്തിന്റെ തുടക്കം എപ്പോഴും പറയാറുണ്ട്, ഒരു സ്ഥലം കിട്ടിയപ്പോൾ അതിനുവേണ്ടി ആളുകളെ തേടി നടന്ന് ആളുകളെ കൂടെ കൂട്ടി ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ, അന്ന് ഇങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ എപ്പോഴും മുൻപന്തി. ദാറുൽ ഹസനാത്ത് കമ്പിൽ ലത്തീഫിയ, ഹുസൈനിയ, യതീംഖാന, ജാമിയ അസ്സദിയ, ജാമിയ ഹസനിയ, ഇതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ തങ്ങളുടെ ഭാഗധേയത്വം എന്ന് പറഞ്ഞാൽ കൂടെ ദാറുൽ ഹസനാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ബാനിൽ ഹസനാത്താണ്, ബാനി ദാറുൽ ഹസനാത്ത്. അതിന്റെ ഗുണമാണ് ഈ മുറ്റത്തന്തി ഉറങ്ങാൻ, എപ്പോഴും തഹ്ലീലും ഫാത്തിഹയും ഏറ്റുവാങ്ങാൻ സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നത്. താൻ സേവനം ചെയ്ത ഇടങ്ങളിൽ ഇസ്ലാമികമായ പരിവർത്തനങ്ങൾ ശ്രദ്ധനായിരുന്നു തങ്ങൾ. ചലനാത്മകവും ജീവസുച്ഛതുമായ മഹല്ലുകൾ അവിടങ്ങളിൽ സംവിധാനിക്കുന്നതിനായി തങ്ങൾ കഠിനാധ്വാനം ചെയ്യും. ഞാൻ മനസ്സിലാക്കിയത് കോയോട് ദർസിൽ നിന്ന് പഠിച്ചിറങ്ങിയ, ഒരുപാട് കാലം ദർസ് നടത്തിയിരുന്നു, പഠിച്ചിറങ്ങിയവരെല്ലാം പ്രഗത്ഭരാണ്, വളരെ ആത്മാർത്ഥതയുള്ളവരാണ്. അവരെ നിങ്ങൾ, എന്റെ ഒരുപാട് ഉസ്താദുമാരുണ്ട്, അവരൊന്നും പുറത്ത് കാണൂല, പക്ഷെ വളരെ ആത്മാർത്ഥമായി സംഘടനയുടെ സ്ഥാനമാനങ്ങളിലോ മറ്റോ ഒന്നുമില്ലാതെ വളരെ ആത്മാർത്ഥമായി സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ഒരുപാട് ആളുകൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അത് ഉസ്താദിൽ നിന്ന് കിട്ടിയ ഒരു ഗുണമായിരിക്കും.
ഒന്നിനും പേരെടുക്കാതെ അല്ലെങ്കിൽ ഞാനാണ് വലിയവൻ എന്ന് പറയാതെ എല്ലാം ചെയ്യേണ്ടതുപോലെ ചെയ്യുന്ന ശിഷ്യന്മാരെ ഞാൻ കോഴിയുടെ ദർശനം ഞാൻ വ്യക്തിപരമായി കണ്ടിട്ടുണ്ട്. ഇതേപോലെ ആയിരിക്കും ഓരോ മഹല്ലുകളിലും ഉസ്താദ് പിന്നെ ചെയ്തിട്ടുണ്ടാവും. കൃത്യനിഷ്ഠത, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിപാടികൾക്ക് കൃത്യസമയം തന്നെ പങ്കെടുക്കാൻ ജാഗ്രത കാണിക്കും. ഡയറി എഴുതുന്നത് പതിവില്ലാത്തതിനാൽ പരിപാടികളുടെ തീയതിയും സമയവും സൂചിപ്പിച്ച് കലണ്ടറിൽ രേഖപ്പെടുത്താൻ പറയും. മകൻ സയ്യിദ് അലി ഹാഷിം ഞങ്ങൾ ഉസ്താദ് എഴുതുന്നതാണ്. സമസ്തയുടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തങ്ങൾ ചെയ്ത വലിയൊരു സംഭാവന. പി പി ഉമർ മുസ്ലിയാർ പറയുന്നത് പിളർപ്പിന് മുമ്പ് തന്നെ കണ്ണൂർ ജില്ലയിലെ സമസ്തയുടെ കർമ്മകുശലനായ പ്രവർത്തകനായിരുന്നു തങ്ങൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ ചില കുബുദ്ധികളുടെ അവിവേകത്താൽ രണ്ടായി പിരിയുകയും ജില്ലകൾ തോറും വിഘടന പ്രവർത്തനങ്ങൾ അരങ്ങേറുകയും ചെയ്ത സാഹചര്യത്തിൽ സമസ്തയിൽ അടിയുറച്ചു നിന്ന് കോയോട് ഉസ്താദിനോടൊപ്പം സജീവ സാന്നിധ്യമായി തങ്ങൾ പ്രവർത്തിച്ചു. ഇന്ന് കണ്ണൂർ ജില്ലാ സമസ്തയുടെ ആസ്ഥാന മന്ദിരം കോയോട് മുഹിയുദ്ദീൻ മുസ്ലിയാർ സ്മാരക ഇസ്ലാമിക് സെന്റർ നിർമ്മിക്കുന്നതിൽ തങ്ങളുടെ പങ്ക് വിസ്മരിക്കാവുന്നതല്ല. പി പി ഉമർ മുസ്ലിയാർ 1989 ബഹുമാനപ്പെട്ട സമസ്തയിലുണ്ടായ പ്രശ്നം തരണം ചെയ്യുന്നതിന് തങ്ങളുടെ സേവനം വളരെ വലുതാണ്. മണിയൂർ അഹമ്മദ് മുസ്ലിയാർ ജ്ഞാനം പൂത്ത പൂമരം, ഫതഹുൽ മുഈൻ, മഹല്ലി തുടങ്ങിയ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അധ്യാപനം നടത്തുന്ന ശൈലി പ്രത്യേകം ശ്രദ്ധേയമായിരുന്നു. ഒരു മസ്അല വിശദീകരിക്കുമ്പോൾ ഉസ്താദുമാരിൽ നിന്ന് തനിക്ക് കിട്ടിയ തഹ്കീഖുകൾ അതേപടി പറഞ്ഞു തരുന്ന വലിയ ഓർമ്മശക്തി. അത് ഇബാറത്തുകൾ പറയുന്നതിലായാലും പലപ്പോഴും മുത്താലയ ചെയ്യുന്ന സമയത്ത്, മുറാജയ ചെയ്യുന്ന സമയത്ത് ചില കിതാബുകൾ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തഫ്സീറുകളാണെങ്കിൽ വളരെ കൃത്യമായി ഒരു ആയത്ത് സൂറത്ത് കൃത്യമായി പേജ് ഇതൊരു മനപ്പാടമുള്ളതുപോലെ പേജ് മറിക്കുന്നത് നേരെ ആ പേജിലേക്കോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തൊക്കെ എത്തുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ ആയത്തിലുള്ള ജ്ഞാനം നേരിട്ട് അനുഭവിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരു മസല ചോദിച്ചാൽ നിമിഷ നേരം കൊണ്ട് ഉത്തരം നൽകാനുള്ള കഴിവ് തങ്ങൾക്കുണ്ടായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് ആ മസലയുടെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിച്ച് സംശയ നിവാരണം നടത്തി കൊടുക്കുന്നത് ഞങ്ങൾ ശിഷ്യന്മാർ അത്ഭുതത്തോടെയായിരുന്നു നോക്കിക്കണ്ടത്. ഇങ്ങനെ എല്ലാവർക്കും തങ്ങളുടെ തദ്രീസിന്റെ രീതിയെക്കുറിച്ചും ഒക്കെ പറയാനുണ്ടാവും. ചുരുക്കത്തിൽ തവാളുഉം ഇൽമും അതോടൊപ്പം തന്നെ ധൈര്യവും കാര്യങ്ങൾ മസലയുടെ ഫിഖ്ഹിയായ വിഷയങ്ങളായാലും സംഘടനാപരമായ വിഷയങ്ങളായാലും എല്ലായിടത്തും വലിയ ഹിമ്മത്തോടുകൂടി കാര്യങ്ങൾ ആരുടെ മുന്നിലും തുറന്നു പറയാൻ തങ്ങൾ കാണിച്ച ധൈര്യം ഒരുപാട് പരിപാടികളിൽ നമ്മൾ അനുഭവിച്ചവരാണ്, കണ്ടവരാണ്. ഇതൊക്കെ അള്ളാഹ് കൂടുതൽ നമ്മൾ തങ്ങന്മാരെ കുറിച്ചും അവരുടെ അഹ്ലു ബൈത്തിന്റെ പിന്നെ സ്വഭാവ മഹിമകളെ കുറിച്ചും കൂടുതൽ അറിയാനും അത് ജീവിതത്തിൽ പകർത്താനും നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. പിന്നെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ ശ്രോതാക്കളായി ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ തങ്ങന്മാരും കേരള സമൂഹ നിർമ്മിതിയും എന്ന് പറയുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ടാവുന്ന വളരെ പ്രഗത്ഭരായ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സെഷൻ ഇൻഷാ അല്ലാഹ് ദുഹ്ർ നിസ്കാരത്തിനും ലഞ്ചിനും ശേഷം നമുക്കുണ്ടാവും. എല്ലാവരെയും അതിൽ പൂർവാധികം ആവേശത്തോടു കൂടി നിങ്ങൾ ഉണ്ടാവണമെന്ന് ക്ഷണിക്കുകയാണ്. ഈ സദസ്സിന് ആശംസ നേർന്ന് സംസാരിക്കാൻ വേണ്ടി അഭിമന്യരായ അസ്നവി ഷഫീഖ് ഹുദവി ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.